സംസ്ഥാന ബഡ്ജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതി എന്ന ആരോപണം സഭയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിച്ച മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 2023 മുൻ സർക്കാരിന്റെ കാലത്ത് ബക്കാഡി കമ്പനി സംസ്ഥാന നികുതി വകുപ്പിന് അപേക്ഷ നൽകിയിരുന്നെന്നും 3 വർഷം തങ്ങൾ ഒന്നും ചെയ്തില്ലെന്നും ബാലഗോപാൽ പറഞ്ഞു. പുതിയ സർക്കാർ വന്ന ശേഷം സാധാരണ നീക്കമാണ് ഇതിലുണ്ടായതെന്നും പിന്നിൽ അഴിമതി മണക്കുന്നുണ്ടെന്നും ബാലഗോപാൽ ആരോപിച്ചു. ഈ UDFന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് നിരക്കാത്ത ഒരു നിർദ്ദേശവും പ്രത്യക്ഷമായോ പരോക്ഷമായോ വരരുത് എന്ന് അദ്ദേഹം മദ്യത്തിന്റെ കാര്യത്തിൽ പറയുന്നു. അതുപോലെ കരിമണലിന്റെ കാര്യത്തിൽ പറയുന്നു. ഇതൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാത്തൊരു സമീപനം വരുന്നത് സംശയകരമാണ്. ഇവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അങ്ങനെയാണ് അത് ചർച്ച ചെയ്താൽ പോരെ. അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിനകത്ത് ഒരു അഴിമതി മണക്കുന്നുണ്ട് എന്നുള്ളതും അഴിമതിയുടെ ഉദ്ദേശമുണ്ട് എന്നുള്ളതും ഇപ്പൊ ആൾക്ക് സംശയമുണ്ട്. തീരുമാനം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ തീരുമല്ലോ. അപ്പോൾ നിയമസഭയെ തന്നെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം കഴിഞ്ഞ് വാക്കൗട്ട് നടത്തി പുറത്തോട്ട് പോകുന്നത്. 3.5 വർഷക്കാലോ അല്ലെങ്കിൽ 3 വർഷത്തിലധികമോ അനുവാദം കൊടുക്കാതെ ഇത് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച LDF സർക്കാരും വന്നിട്ട് മണിക്കൂറുകൾക്കകം ഇത് കൊടുത്ത UDF തമ്മിലുള്ള വ്യത്യാസം, അതിനകത്ത് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഒക്കെ ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടതാണ്.